ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ ചെയ്താൽ ആകാശത്തിന്റെ അധിപൻ ആകാശലോകത്തുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് കരുണയുടെ കടാക്ഷങ്ങൾ സദാ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് മുസ്ലിമിന് കരുണ ചെയ്യുക എന്നതല്ല, മുസ്ലിം അല്ലാത്തവന് കരുണ ചെയ്യുക എന്നല്ല. മനുഷ്യനും മനുഷ്യേതര സചേതന അചേതന വസ്തുക്കൾക്കും സദാസമയത്തും കരുണ ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ച വലിയ സന്ദേശമാണ്. കരുണ എന്ന് പറയുമ്പോ ഒരുപക്ഷെ നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരാളെ സഹായിക്കാൻ കഴിയും. ഒരാളുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയും. ഒരാൾക്ക് വേണ്ടി നമുക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. ഒരാളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. ഒരാളോട് പുഞ്ചിരി തൂകിയിട്ട് നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലും നമുക്ക് ഒരാളുടെ മുന്നിൽ കരുണാമയമായ സംസാരങ്ങൾ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇശ്ഫഉ തുജറൂ. നിങ്ങൾ ഒരാളോട് കരുണയോടുകൂടി ഇടപെടണം. രക്ഷിതാക്കൾ അവരുടെ രക്ഷകർത്തൃത്വത്തിലുള്ളവരോട് കരുണയോടുകൂടി ഇടപെടണം. മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും കാരുണ്യത്തോടുകൂടി ഇടപെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് കൃത്യമായി വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് നമുക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ളത് റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകത്തിനും കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിച്ചത്. അവിടുന്ന് പറയുന്നു, ഇശ്ഫഉ തുജറൂ. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്താൽ പോലും സാമ്പത്തിക ചെലവില്ലാത്ത, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളില്ലാത്ത, നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. നിങ്ങളുടെ നാട്ടിലൊരു രോഗിയുണ്ട്, ആ രോഗിയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ആ രോഗിയുടെ ചികിത്സയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾ അയാൾക്ക് വേണ്ടി നിങ്ങളുടെ നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ജനങ്ങളോട് പറയുന്നു, ഇയാൾക്ക് സാമ്പത്തിക വശമുണ്ട്, അയാൾ രോഗിയാണ്, അയാൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരാളോട് റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുജറൂ, നിങ്ങൾക്കതിന് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നു, സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയും നിലയുമുള്ള ആളുകളാണ്. നിങ്ങളുടെ അയൽവാസിയായ ഒരു കുട്ടി നന്നായി പഠിക്കുന്നു, അഡ്മിഷൻ കിട്ടണം. നിങ്ങളൊന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ ഇശ്ഫഉ, നിങ്ങളതിന് ശുപാർശ ചെയ്യണം, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അതേ സമയത്ത് നിങ്ങളുടെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന്റെ കേസിൽ അകപ്പെട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്, നിങ്ങൾക്ക് അധികാരമുള്ള ആളാണ്, എന്നാൽ ഈ സൊസൈറ്റിക്ക് ഹാനികരം വരുത്തുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അയാൾ ഇനിയും പുറത്തിറങ്ങി നടന്നാൽ ഈ സമൂഹത്തിന് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. അയാൾക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യരുത്, അയാൾക്ക് നിങ്ങൾ സാക്ഷി നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നല്ല കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും മുന്നിൽ നിൽക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്, ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടുത്തെയുടെ മദീനയിലെ ദർബാറിലിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോഴാണ് ഒരാൾക്ക് പൈസ കടമാവശ്യമുണ്ട്, അയാളുടെ ജീവിതാവശ്യത്തിന് വേണ്ടി സമ്പത്ത് വേണം, പൈസ വേണം. വന്നു പറഞ്ഞു, നബിയേ, എനിക്ക് ആവശ്യങ്ങളുണ്ട്, കുറച്ച് പൈസ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് നോക്കുന്നു. കയ്യിൽ 5 പൈസയില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊരാളെ വിളിച്ചു. അയാളുടെ കയ്യിൽ പൈസയുണ്ട്. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പൈസയുണ്ടോ? ഉണ്ടെങ്കിൽ തരൂ, ഈ പാവപ്പെട്ടവന് കടം കൊടുക്കാനാണ്, സഹായിക്കാനാണ്. അടുത്തു നിൽക്കുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പതുക്കനെ കടന്നു ചെന്നു. ഓ നബിയേ, അയാൾ വന്ന് കടം ചോദിച്ചു, ശരി തന്നെ, അയാൾ ആവശ്യക്കാരനുമാണ്, ശരി തന്നെ. പക്ഷേ തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ പോരെ? എന്തിനാണ് വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊടുക്കുന്നത്? ഇയാൾ തിരിച്ചു തന്നില്ലെങ്കിൽ കുടുങ്ങിപ്പോകൂലേ? എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്തേക്ക് ഈർഷ്യതയോടുകൂടി ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നോക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മിണ്ടിയില്ല. ഉടൻ അടുത്തിരുന്ന ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു സ്വഹാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നബിയേ, പെട്ടുപോകുമെന്ന് പേടിച്ച്, ദാരിദ്ര്യമുണ്ടാകുമെന്ന് പേടിച്ച്, കുടുങ്ങിപ്പോകുമെന്ന് പേടിച്ച് സഹായം ചോദിച്ചു വരുന്നവരെ, തങ്ങൾ ചോദിച്ചാൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ വരുന്നവരെ തട്ടിക്കളയല്ല നബിയേ. ഈ അറാബി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ സംസാരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഈ പറഞ്ഞത് കേട്ടില്ലേ? ഈ സാഹചര്യം കണ്ടില്ലേ? ഒരാള് സഹായിക്കാൻ നമ്മുടെ മുന്നിലേക്ക് വന്നു. നമുക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, നമുക്കതിനുള്ള സാഹചര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കഴിയുമെങ്കിൽ നമ്മൾ സഹായിക്കണേ. കഴിഞ്ഞില്ലെങ്കിൽ അയാളോട് നല്ല വർത്തമാനം പറഞ്ഞ് സ്നേഹത്തിലിടപെട്ട് അയാളോട് കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലും കൽബ് വേദനിക്കാതെ സംസാരിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മറന്നുപോകരുത്. മന്നാഉൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ല, ശരി തന്നെ. ക്യാഷ് ഒരാൾക്കും കൊടുക്കാൻ പറ്റുന്നില്ല, ഒരാൾക്കും നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെയും സഹായിക്കാൻ നിങ്ങളുടെ അടുത്ത് സമ്പത്തില്ല, നിങ്ങൾക്ക് ശാരീരികമായും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും മന്നാഉൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, നിങ്ങൾ നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ മുടക്കി കളയല്ലേ. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഇടയിലേക്ക് പൂജാതരായത്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് കാരുണ്യത്തിന്റെ നബിയായിട്ടാണ്, സ്നേഹത്തിന്റെ പ്രവാചകരായിട്ടാണ്, പരിഗണനയുടെ നേതാവായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. എത്ര ആളുകളാണ് റെക്കമെൻഡുകൾക്ക് വേണ്ടി ഇന്ന് വിളിക്കുന്നത്, എത്ര ആളുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അവർക്കൊക്കെ അല്ലാഹുവിന്റെ ദീൻ നമ്മൾ മനസ്സിലാക്കിക്കോ. നമ്മുടെ ഒരു വാക്കുകൊണ്ട് പ്രതിഫലം ലഭിക്കുകയാണ്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് പ്രതിഫലം ലഭിക്കുകയാണ്. അതേ സമയത്ത് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തിന്മകൾ പറയാതിരിക്കണേ, നന്മകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കണേ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ
കഴിയാതെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏഞ്ചൽസ് വാലി എന്ന ഒരു വൃദ്ധസദനം, പാവപ്പെട്ട ആരോരുമില്ലാത്ത തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഉമ്മമാരെ ഏറ്റെടുത്ത് ഇവിടെ അടുത്ത് കൊട്ടുകാട് അമ്മ വീട് ജംഗ്ഷനിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ നിരവധി ആളുകൾ സഹായിക്കുന്നുണ്ട്. പല ആളുകളും സഹായം ചോദിച്ചു വിളിക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 2 ഉമ്മമാര് വിളിച്ചു. ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്, ഒന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. 2 പെൺമക്കളുണ്ട്. വിവാഹം കഴിക്കാൻ പ്രായമായി 22 വയസ്സാണ് ഒന്നാമത്തെ ആൾക്ക്. രണ്ടാമത്തെ ആൾക്ക് 20 വയസ്സുണ്ട്. 2 പേരുടെയും വാപ്പമാരില്ല. സഹായിക്കാൻ കഴിയുമോ? ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെ വിഷമത്തിലാണ്. അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് സഹായം ചെയ്യാൻ ഞാൻ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ പേര് പറയുന്നില്ല, പക്ഷേ നിങ്ങളെ നാട് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങളെ വീടൊന്ന് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആ ഉമ്മമാരെ സമാധാനിപ്പിക്കുന്നു. അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇടപെടുന്നു. ആ മഹല്ല് കമ്മിറ്റി 2 സ്ഥലങ്ങളിലും അവരുടെ കാര്യം ഏറ്റെടുത്തു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പേരിൽ ഒരു 5 പൈസ പോലും ചിലവായിട്ടില്ല. ഇതിന്റെ പേരിൽ ഒരു യാത്രയും ചെയ്യേണ്ടി വന്നിട്ടില്ല. 2 പെൺകുട്ടികളുടെയും വിവാഹം നിശ്ചയിക്കുന്നു. അവിടുത്തെ നാട്ടുകാരതിനു വേണ്ടി തയ്യാറാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്നോ, അവര് ചോദിച്ചതിന് നിരുത്സാഹപ്പെടുത്തിയിട്ടോ അവരെ വിഷമിപ്പിച്ചിട്ടോ, വേണമെങ്കിൽ ഈ സ്ഥാപനം തന്നെ കടത്തിലാണ് പോകുന്നത്, ഈ സ്ഥാപനം തന്നെ വിഷമത്തിലാണ് പോകുന്നത്, 2 ലക്ഷത്തിലധികം ഒരു മാസം ഇവിടെ ചെലവുണ്ട്, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ നമുക്ക് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മളെ ഒരാളും ചോദ്യം ചെയ്യാൻ വരില്ല. ഇവിടെ SSFന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, സാന്ത്വനം വാളണ്ടിയർമാർ എത്ര ആളുകളാണ് വിളിക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ ഒരു രോഗി കിടക്കുന്നുണ്ട്, ശരീരം പൊട്ടിയിട്ട് കിടപ്പ് രോഗിയാണ്, ഒരു വാട്ടർ ബെഡ് തന്ന് സഹായിച്ചാൽ നന്നായിരുന്നു. ഇവിടെ SYSന്റെ സാന്ത്വനം നടക്കുന്നത് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനാണ്. കോവിഡ് കാലത്ത് എത്ര ആളുകളുടെ മയ്യിത്ത് മറവ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സമാധാനവും സാന്ത്വനവും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫി സദഖ, ഒരു നല്ല വാക്ക്, ഒരു നല്ല ചെയ്തി, ഒരു നല്ല എടുത്തുചാട്ടം, അത് സദഖയാണ്, അത് നന്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇസ്ഫഉ തുജറൂ. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, അവർ തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു. അതിനിടയിൽ ഒരു മധ്യസ്ഥനായി നിന്നും, ഭാര്യയാണ് പ്രശ്നക്കാരിയെങ്കിലും നയത്തിൽ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ചാൽ, തുജറൂ, എന്റെ കാരണവന്മാരെ, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾക്ക് എപ്പോഴും സാധ്യതയും സാഹചര്യങ്ങളും ഉള്ളതാണ്. കഅബാലയത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു പെണ്ണ്, ബരീറ എന്നാണ് പേര്, ആ പെണ്ണിങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അവരുടെ ഭർത്താവുണ്ട്, അടിമയാണ്, അയാളുടെ പേര് മുഗീസ് എന്നാണ്. ഈ പെണ്ണിങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഇയാളിങ്ങനെ പിന്നാലെ നടക്കുന്നു.
ഈ പെണ്ണിനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രേമമാണ്, ഭാര്യയാണ്. പക്ഷേ ഇവൾക്ക് ഇയാളോട് ഒരു സ്നേഹവും ഇല്ല, ഒരു പരിഗണനയുമില്ല. അയാളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കാണുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് നമുക്ക് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനെ വിളിക്കുന്നു, ഈ രംഗം ഇങ്ങനെ വീക്ഷിക്കുന്നു. കുറെ സമയമായി ആ പെണ്ണിനെ വിളിച്ച് അടുത്തേക്ക് വിളിച്ചു. നിന്റെ പേരെന്താ? എന്റെ പേര് ബരീറ എന്നാണ്. മോളെ, നിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നിന്റെ മകന്റെ വാപ്പയാണ്, നിന്റെ ഭർത്താവാണ്. നിന്നെ സ്നേഹത്തോടെ, നിന്നോട് കരുണയോടെ, നിന്നോട് പ്രേമത്തോടെ നിന്നെ ഒന്ന് അടുത്തു കിട്ടി നിന്നോട് സ്നേഹം പങ്കിടാൻ കെഞ്ചുന്നത് കണ്ടില്ലേ, കേഴുന്നത് കണ്ടില്ലേ? അവനെ ഒന്ന് പരിഗണിച്ചുകൂടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട്, ആ സ്ത്രീയോട് പറയുമ്പോ ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, നബിയേ, തങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? തങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? കൽപ്പിച്ചാൽ, പ്രവാചകന്മാര് കൽപ്പിച്ചാൽ അനുയായികൾ അത് അനുസരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് കൽപ്പനയാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, ഇത് കൽപ്പനയല്ല, ശഫാഅത്തി, ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇതെന്റെ റെക്കമെൻഡ് ആണ്, ഇത് നിന്നോട് നടത്തുന്ന ശഫാഅത്താണ്. അതുകൊണ്ട് അവനെ ഒന്ന് പരിഗണിക്കാൻ പറ്റുമോ? അവള് പറഞ്ഞു, നബിയേ, എനിക്ക് ഖൽബ് കൊണ്ട് കഴിയുന്നില്ല. കഴിയുകയോ കഴിയാതിരിക്കുകയോ നമ്മളെ വിഷയമല്ല. പക്ഷേ ഒരു പ്രശ്നം ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ, നമ്മുടെ മക്കളുടെ ഇടയിലുണ്ടായാൽ, മൂത്തവനും ഇളയവനും തമ്മിൽ പ്രശ്നമാണെങ്കിൽ വാപ്പ ഇടപെടണം, ഉമ്മ ഇടപെടണം, കൊച്ചാപ്പ ഇടപെടണം, നമ്മളിടപെടണോ? ഇടപെട്ടിട്ട് ആജ്ഞാപിക്കരുത് മക്കളോടാണെങ്കിലും, ആജ്ഞാപിക്കരുത് ഭാര്യയോടാണെങ്കിലും, ആജ്ഞാപിക്കരുത്. ആജ്ഞയുടെ സ്വരം മാറ്റി വെച്ചിട്ട് അവരോട് പറയണോ, ജ്യേഷ്ഠനോട് പറയണം, എടാ നിന്റെ അനിയനല്ലേ അവനങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ഫഉ തുജറൂ, നിങ്ങൾക്ക് ചിലവില്ലാതെ പ്രതിഫലം ലഭിക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്കതിനുള്ള സാധ്യത പഠിപ്പിച്ചു തന്നു, നമുക്കതിനുള്ള സാഹചര്യം പഠിപ്പിച്ചു തന്നു. അവിടുന്ന് ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. അവിടുത്തെ സെക്രട്ടറിമാരിൽ ഒരാളാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ മുഅദ്ദിനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് സഹായങ്ങൾ ചോദിച്ചാൽ അവർക്ക് സഹായം കൊടുക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്ക് കൊടുക്കുകയാണെങ്കിൽ, അതിനുള്ള പൈസയാണെങ്കിൽ അങ്ങനെ, വിഭവങ്ങളാണെങ്കിൽ അങ്ങനെ, അത് അറേഞ്ച്മെന്റ് ചെയ്യുകയും ആ പൈസ വാങ്ങുകയും കൊടുക്കുകയും അതിന്റെ അവധി എത്തിയാൽ അത് ക്രയവിക്രയം ചെയ്യുകയും ചെയ്യലാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പണി. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ജൂതനായ മനുഷ്യൻ വന്നു ബിലാൽ തങ്ങളോട്. എന്നിട്ട് കുറെ പൈസ കൊണ്ടുവന്ന് ബിലാൽ തങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾ എല്ലാവർക്കും പ്രവാചകന്റെ നിർദ്ദേശാനുസരണം സഹായങ്ങൾ ചെയ്യുമല്ലോ. എന്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഇങ്ങനെ കയ്യിലുണ്ട്, ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾ സഹായങ്ങൾ ചെയ്യൂ, എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചു തന്നാൽ മതി.
സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ തങ്ങൾക്ക് വേണ്ടിയോ ഇനി നമ്മളാണെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ആ കടം വാങ്ങിയാൽ അവധി പറഞ്ഞ് ആ അവധിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുന്ന പതിവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇയാൾക്ക് ഇത് ഡെഡ് മണിയാണ്, ഇയാൾക്ക് വെറുതെ ഇരിക്കുന്ന പൈസയാണ്, അത് എപ്പോ കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ പൈസ വാങ്ങി ആവശ്യക്കാർക്ക് കൊടുത്തു, ആവശ്യങ്ങൾ നിർവഹിച്ചു. ഒരു ദിവസം ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുത്തു. ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇയാൾ പള്ളിയിലേക്ക് കടന്നു വന്നു. ഈ ജൂതനായ മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വന്നു. ബിലാല് തങ്ങളെ മുന്നിലേക്ക് വന്നു. ബിലാല് തങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി. ബിലാൽ, നിങ്ങൾ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോവാണ്, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എവിടെ? അത് തരാതെ നിങ്ങൾ എന്ത് നിസ്കാരമാണെന്ന് ചോദിച്ച് ബിലാല് തങ്ങളെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് ആക്ഷേപിക്കുകയാണ്. ബിലാല് തങ്ങൾക്ക് വല്ലാത്ത വിഷമായി, പ്രയാസമായി. എപ്പോൾ തരണമെന്ന് പറഞ്ഞിട്ടില്ല, മുമ്പ് വന്ന് ചോദിച്ചിട്ടില്ല, അവധി നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ വന്ന് ആക്ഷേപിച്ചപ്പോ പ്രയാസമായി ബിലാല് തങ്ങൾക്ക്. അവിടുന്നതാ പിറ്റേ ദിവസം കയ്യിലുണ്ടായിരുന്ന പടയങ്കിയും പടച്ചട്ടയും എടുത്തു. അവിടുന്ന് ചന്തയിലേക്ക് നടന്നു പോവുകയാണ്. ചോദിച്ചു, എവിടെയാണ് ബിലാലെ നിങ്ങൾ പോകുന്നത്? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറഞ്ഞു, ആ ജൂതനായ മനുഷ്യൻ മദീനത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് എന്നെ ആക്ഷേപിച്ചു. അയാൾ അവധി പറഞ്ഞിട്ടില്ല, അവധി ചോദിച്ചിട്ടില്ല, അവധി എത്തിയിട്ടില്ല. എങ്കിലും അയാൾ പൈസ ചോദിച്ച് ആക്ഷേപിച്ചത് കൊണ്ട് എന്റെ പടയങ്കി വിറ്റിട്ടാണെങ്കിലും കഴിയുന്നത്രയും കടം വീട്ടാൻ പോവുകയാണ്. ഇത് കണ്ടൊരു സഹാബി ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്നു, നബിയെ, അതാ ബിലാൽ പോകുന്നുണ്ട്, കയ്യിൽ പടയങ്കിയുണ്ട്, വിറ്റിട്ട് ജൂതന്റെ കടം വീട്ടാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബിയോട് പറഞ്ഞു, മോനെ, നീ ബിലാലിനോട് പോയി പറയണം, പോകണ്ട എന്ന് തിരിച്ചു വരാൻ പറയൂ. ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നു, തലകുമ്പിട്ട് നിൽക്കുകയാണ്. നബിയേ, അയാൾ അവധി പറഞ്ഞില്ലായിരുന്നു നബിയേ, എങ്കിൽ ആ അവധിയിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യുമായിരുന്നു നബിയേ. ബിലാൽ തങ്ങളെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാൽ, വിഷമിക്കേണ്ടതില്ല, ഇന്ന് പടച്ചട്ട വിൽക്കേണ്ടതില്ല, അള്ളാഹുവിൽ തവക്കുലാക്കു ബിലാൽ. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ രണ്ട് ഒട്ടകങ്ങളുടെ നിറയെ, രണ്ട് ഒട്ടകത്തിന്റെ പുറം നിറയെ സമ്പത്തുമായി ഇലാ ഹളറത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ, നബിയെ, ഈ സമ്പത്ത് മുഴുവനും അങ്ങയ്ക്ക് വേണ്ടി ഹദിയ തന്നതാണ് നബിയെ, തങ്ങൾ ഇത് ഉപയോഗിക്കുക നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ വിളിക്കുന്നു, ബിലാൽ, ഇതെടുക്കൂ, ആ ജൂതനെ വിളിക്കൂ, ഇത് കൊടുക്കൂ ബിലാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ശഫാഅത്ത് ചെയ്താൽ, ആർക്കെങ്കിലും വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ, ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സഹായം ചെയ്താൽ, നമ്മൾ സാന്ത്വനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു കൈവിടുകയില്ല. ഒരു കാര്യം കൂടി പറയാം, അന്ന് മദീനയുടെ സർവാധികാരി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എങ്കിലും നീ അവധി വന്നിട്ട് അത് പറയാതിരുന്നത് എന്താണ്? അവധി എത്താതെ നീ ആക്ഷേപിച്ചത് എന്താണ് എന്നൊന്നും ചോദിച്ചിട്ട് ആ ജൂതനായ മനുഷ്യനെ വിഷമിപ്പിക്കുകയോ പോലും ചെയ്യാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാന്യത പഠിപ്പിച്ചു തന്നതാണ്, കാരുണ്യം പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് സ്നേഹിക്കാൻ, നമുക്ക് റോൾ മോഡലാക്കാൻ, നമുക്ക്
നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ, നമുക്ക് അപദാനങ്ങൾ പാടാൻ, നമുക്ക് ചരിത്രങ്ങൾ പറയാൻ, നമ്മുടെ ജീവിതത്തിലോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ പ്രഭാതങ്ങളെയും നമ്മുടെ പ്രദോഷങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ സന്ധ്യകളെ മുഴുവനും നമുക്ക് ചേർത്ത് വെക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. അതാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ പ്രവർത്തകന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. സാന്ത്വനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഹൃദയങ്ങൾക്ക് ശാന്തിയായി ഖസീദത്തുൽ ബുർദയുടെ വരികൾ കൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ കൊണ്ട് ആത്മീയതയുടെ പടവുകൾ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ ഖസീദത്തുൽ ബുർദയിലൂടെ കഴിഞ്ഞ ദിവസം ജൗഹറുമായി സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ അസറാണ്, പ്രതിഫലമാണ്. സന്താനങ്ങളില്ലാത്തവർ ഖസീദത്തുൽ ബുർദ നേർച്ചയാക്കുമ്പോൾ സന്താനങ്ങളെ അല്ലാഹു ഔദാര്യമായി നൽകുന്നു. രോഗം വന്നവരുടെ രോഗം ശിഫയാകുന്നു. ഇത് അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ്. അവിടുത്തെ കുടുംബ പരമ്പരയിലുള്ള പ്രിയപ്പെട്ട തങ്ങന്മാർക്ക്, സയ്യിദന്മാർക്ക് അല്ലാഹു നൽകിയ വലിയ പൊരുത്തമാണ്, അസറാണ്, അത്ഭുതമാണ്. അല്ലാഹു നമുക്കും നമ്മോടൊപ്പമുള്ളവർക്കും നമ്മുടെ നാടിനും ഖിയാമത്ത് നാൾ വരെ മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അവിടെ നെളറിലായി നസുറിലായി ഈ നാട്ടിൽ ഈ സംവിധാനത്തിനെ നിലനിർത്തി തരുമാറാകട്ടെ.